ഭിന്നശേഷി നിയമനത്തിൽ നിർണായക നീക്കവുമായി സർക്കാർ. NSSന് അനുകൂലമായ കോടതി വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ നീക്കം. സർക്കാരിന് അനുകൂലമായ നിയമോപദേശം കിട്ടിയിരിക്കുന്നു. അന്തിമ തീരുമാനം സുപ്രീം കോടതി വിധി അനുസരിച്ചായിരിക്കും. മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ് മഹിപാൽ, സുപ്രീം കോടതിയിൽ NSSന് ലഭിച്ച വിധിയാണ്. അത് മറ്റ് മാനേജ്മെന്റുകൾക്കും മറ്റ് സഭകളുടെയും മറ്റ് സമുദായങ്ങളുടെയും മാനേജ്മെന്റുകൾക്കും കൂടി ബാധകമാക്കണമെന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നത് ക്രൈസ്തവ സഭകളാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ തൊട്ടു പിന്നാലെ സർക്കാർ നിലപാടെടുക്കുകയാണ്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിന് വിധേയമായി അതുവരെ എല്ലാ ഉത്തരവുകൾക്കും അനുമതി നൽകാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണോ പുറത്തുവരുന്നത്? മനീഷ് മഹിപാൽ, സർക്കാരിന് ലഭിച്ചിട്ടുള്ള നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം എന്താണെങ്കിലും അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായക സർക്കാരിന്റെ നീക്കമാണ് ഇത്. കാരണം നേരത്തെ തന്നെ NSSന് അനുകൂലമായിട്ടുള്ള ഭിന്നശേഷി സംവരണത്തിൽ എയ്ഡഡ് സ്കൂളുകളിലുള്ള അധ്യാപക നിയമനങ്ങൾ നേരത്തെ NSSന് അനുകൂലമായ വിധി വന്നിരുന്നു. പക്ഷേ മറ്റ് സമുദായങ്ങളുടെ, പ്രത്യേകിച്ചും ക്രൈസ്തവ സമുദായങ്ങളുടെ ആവശ്യം, അവരുടെ സ്കൂളുകളിൽ കൂടി ഇത്തരം ഒരു കാര്യം കൂടി നടപ്പിലാക്കണം എന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. സർക്കാർ ഇതിൽ ഇടപെടൽ നടത്തിയിരുന്നു. ഇപ്പോഴിതാ സുപ്രീം കോടതിയിൽ നിന്നും മറ്റു സമുദായങ്ങൾക്ക്, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭകൾക്കടക്കമുള്ള സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള സംവരണങ്ങളിൽ അനുകൂലമായ വിധി ഉണ്ടാകും, സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന കാര്യം നിലവിൽ നിയമ ഉപദേശം വഴി സർക്കാർ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോഴിതാ ആ കാര്യം അറിയിക്കുകയാണ്. അങ്ങനെ അത് കോടതി വിധിയുടെ കാര്യങ്ങൾ ഇപ്പോൾ സംഘടനകളെ അറിയിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ളൊരു വിധി സർക്കാരിന് വലിയ അനുകൂലമായി മാറും. കാരണം എയ്ഡഡ് സ്കൂളുകളിലടക്കം ഒരു സമുദായത്തിന് മാത്രം അനുകൂലമായൊരു വിധി വരുമ്പോൾ മറ്റ് ക്രൈസ്തവ സമുദായങ്ങൾ മാത്രമല്ല മറ്റിതര സമുദായങ്ങളിലെയും എയ്ഡഡ് സ്കൂളുകളിൽ, അത് വലിയ തോതിലുള്ള ഭൂരിപക്ഷമുള്ള സ്കൂളുകളിൽ പോലും ഇത്തരത്തിൽ അനുകൂലമായ വിധി സമ്പാദിക്കാൻ സാങ്കേതികമായ ചില തടസ്സങ്ങൾ സർക്കാരിനുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇതിനെ സംബന്ധിച്ച് ഏപ്രിൽ മാസം, ഈ വരാൻ പോകുന്ന ഏപ്രിൽ മാസമായിരിക്കും ഇതിന്റെ ഒരു അന്തിമ വിധി സുപ്രീം കോടതി പരിഗണിക്കുക, അതിന്റെ വിധി പറയുക. പക്ഷെ അതിന് മുന്നേ തന്നെ അതിന്റെ നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ അനുകൂലമായ വിധി ഉണ്ടാകുമെന്നുള്ള കാര്യം മറ്റ് സമുദായങ്ങളെ, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭയുടെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി സംവരണത്തിൽ അധ്യാപക നിയമനം ആ രീതിയിൽ ഉണ്ടാകുമെന്നുള്ള തീരുമാനം സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിക്കുക. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. മുഴുവൻ മാനേജ്മെന്റുകൾക്കും അത് ബാധകമാക്കും. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരം ഒരു ഉത്തരവ് പുറത്തിറക്കിയില്ലെങ്കിൽ അത് തിരിച്ചടിയാകുമെന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഈ ഉത്തരവ് വരുമ്പോൾ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് ക്രൈസ്തവ സഭകൾ ഈ ആവശ്യം ഉന്നയിക്കുന്ന സമയത്ത് അങ്ങനെയൊരു നിലപാട് തുറന്നു പറഞ്ഞില്ല. പിന്നീട് നിയമമന്ത്രിയും പറഞ്ഞത് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കേസാണ്, സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് പോയിരിക്കുന്നു, ഞങ്ങൾ അനുകൂല സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ മനീഷ്, ഈ വിവാദങ്ങൾക്കൊന്നും ഇടയാകാത്ത തരത്തിൽ അന്ന് സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ തന്നെ ഇത്തരമൊരു നിയമോപദേശം സ്വീകരിച്ച് അന്ന് ഉത്തരവ് നൽകിയിരുന്നുവെങ്കിൽ NSSന് കിട്ടിയ ഉത്തരവ് മറ്റ് സമുദായങ്ങൾക്ക് കൂടി ബാധകമാകുന്ന തരത്തിൽ ഇപ്പോൾ പുറത്തിറക്കാൻ പോകുന്ന ഉത്തരവ് നേരത്തെ ഇറക്കിയിരുന്നെങ്കിൽ ആ വിവാദം തന്നെ അവസാനിപ്പിക്കാമായിരുന്നു. ക്രൈസ്തവ സഭകൾ അങ്ങനെയൊരു നീക്കത്തിന് മുതിരുമായിരുന്നില്ല, അല്ലേ? തീർച്ചയായും. കാരണം ഇതൊരു രാഷ്ട്രീയ വിഷയമായി പ്രതിപക്ഷമടക്കം കൊണ്ടുവന്നപ്പോൾ ഈ ഒരു വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ സർക്കാരിന് സാങ്കേതികമായ ചില വിഷയങ്ങൾ, കോടതി വ്യവഹാരങ്ങളിലടക്കം എടുക്കേണ്ട നടപടികളിൽ മുൻകൂട്ടി ഒരു നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നേരത്തെ കാലേക്കൂട്ടി തീരുമാനിച്ച് അത് നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങൾ മറ്റിതര സമുദായങ്ങളുടെ സ്കൂളുകളെയും അത്തരം സഭകളെയും നേരത്തെ തന്നെ അറിയിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അത് സങ്കീർണമായ ഒരു രീതിയിലേക്ക് എത്തി. അതായത് സഭകളടക്കം മറ്റിതര സമുദായങ്ങളടക്കം അത് സർക്കാരിനെതിരായ വലിയ വിമർശനമായി ഉയർത്തി. യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങളിൽ ഹർജി കൊടുക്കേണ്ടത് സർക്കാരാണെങ്കിൽ കൂടി അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോടതികളാണ്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അപ്പീലോ ഹർജികളോ പോകേണ്ട ഒരു കാര്യത്തിലേക്ക് കടക്കാൻ നേരത്തെ സർക്കാരിന് കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോഴിതാ അത് നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സഭകളെയും മറ്റിതര സമുദായങ്ങളെയും നേരിട്ട് തന്നെ ഈ വിഷയം അറിയിക്കുകയാണ്. അരുൺകുമാർ, മറ്റ് എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും വിധി ബാധകമാക്കാൻ വേണ്ടിയാണ് സർക്കാരിന്റെ നീക്കം. സുപ്രീം കോടതിയിൽ ഈ കേസിരിക്കുക, മീൻസ് NSSന് കൊടുത്തിരിക്കുന്നത് പോലെ മറ്റുള്ള മാനേജ്മെന്റുകൾക്കും ഈ ഉത്തരവ് നൽകാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിന് സുപ്രീം കോടതിയുടെ ഒരു അനുവാദം ആവശ്യമുണ്ട്. അതിനുവേണ്ടി സർക്കാർ നേരത്തെ അഫിഡവിറ്റ് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ഉത്തരവിറക്കുന്നു. പക്ഷേ ഉത്തരവിലൊരു ഉപാധി ഉണ്ടാവും. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് അന്തിമമായിട്ടുള്ള തീരുമാനം സുപ്രീം കോടതിയുടെ വിധിക്കനുസരിച്ചായിരിക്കും. അങ്ങനെ കൊടുത്താൽ മതി. അത് മാത്രമാണ് ക്രൈസ്തവ സഭകൾ ആവശ്യപ്പെടുന്നത്.